രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. വലിയ വെളിപാടുകളുടെ ഒരു അനുധ്യാനമാണ് നടന്നത്. അപ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവത്തിലൂടെ നമ്മൾക്ക് അവകാശമാകാൻ പോകുന്ന സമയമാണിത്. എൻ്റെ സഹോദരങ്ങൾ, രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ കൈകൾ മാറ്റും. നിങ്ങളുടെ രോഗമുള്ളിടത്തെല്ലാം കൈകൾ മാറ്റി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഓൺലൈനിലുള്ളവരും അതുപോലെ തന്നെയാണ്. സ്വന്തമായി രോഗമില്ലെങ്കിൽ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു ബന്ധുവില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നിങ്ങൾ രോഗികളെ കാണാൻ പോയ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. നന്നായി സ്തുതിച്ചു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, നിന്റെ വിശുദ്ധമോ അനധികരം അസ്ഥികളിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസ്ഥി വേദനയുള്ളവരെ, അസ്ഥി കുരുക്കളുള്ളവരെ, അസ്ഥി ഉന്തി നിൽക്കുന്നവരെ, അസ്ഥി പൊട്ടിപ്പോയവരെ, അസ്ഥി ഉണങ്ങാത്തവരെല്ലാം കർത്താവ്, കാല് നഖം മുതൽ കർത്താവ് ഉച്ച വരെ, തലയോട്ടി വരെ അസ്ഥിഭാഗങ്ങൾ കർത്താവിന് തിരുമുറുവാർന്ന് വലത് കർത്താവ് സ്പർശിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. കർത്താവ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ. ചെവിക്ക് കരുവുള്ളവർക്ക് സ്പർശിക്കണമേ. അഡിനോയിഡുകാരെ സ്പർശിക്കണമേ. മൂക്കിൽ ദശ വളരുന്നവരെ സ്പർശിക്കണമേ. വായിൽ കർത്താവ് തൊണ്ടവേദനയുള്ളവരെ സ്പർശിക്കണമേ. വായിൽ ക്യാൻസറുള്ളവരെ സ്പർശിക്കണമേ. ചെവി അടഞ്ഞു പോയവരെ സ്പർശിക്കണമേ. ചെവിക്ക് കേൾവിയില്ലാത്ത സ്പർശിക്കണമേ. ദൈവത്തിൻ്റെ കണ്ണ് ചൊരിയട്ടെ. തൊണ്ടയിൽ തൈറോയിഡുള്ളവരെ, ടോൺസൈറ്റ് ഉള്ളവരെ, ക്യാൻസർ ഉള്ളവരെ സ്പർശിക്കണമേ. കർത്താവിൻ്റെ നെഞ്ച് സ്പർശിക്കണമേ. ശ്വാസകോശങ്ങളെ സ്പർശിക്കണമേ. അടിവയറ്റ് സ്പർശിക്കണമേ. ഉദരത്തിൽ സ്പർശിക്കണമേ. കർത്താവ് കരളിൽ സ്പർശിക്കണമേ. കർത്താവ് രോഗങ്ങൾ, സിസ്റ്റുകൾ, നീർക്കെട്ടലുകൾ, യേശുവെ മാംസ വളർച്ചകൾ, പേശി തളർച്ചകൾ, തറവാതി രോഗങ്ങൾ, പേശിവാതി രോഗങ്ങൾ, ആമവാദങ്ങൾ, ഉള്ളംകാലും അത് ഉച്ചവരെ യേശുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ഒരു പത്തനംതിട്ടയിലെ ഒരു സിബി മാത്യുവിൻ്റെ സാക്ഷ്യമാണ്. സിബി മാത്യുവിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം 2018 പ്രളയത്തിൽ, നമുക്കറിയാം പത്തനംതിട്ട, ചെങ്ങന്നൂർ ഭാഗങ്ങളൊക്കെ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും അദ്ദേഹത്തിൻ്റെ കമ്പനിയും എല്ലാം ഒഴുകിപ്പോയി, നശിച്ചു പോയി. അദ്ദേഹം വലിയ കടത്തിലും, രണ്ട് തരത്തിൽ കടങ്ങൾ വന്ന്, ഒന്ന് ബാങ്കുകാർ ജപ്തിയിലാക്കി, വസ്തു ഉള്ളതാ പോയി, അവശേഷിക്കുന്നത് ബാങ്കുകാർ ജപ്തിയിലാക്കി. അതേസമയം തന്നെ പ്രൈവറ്റ് ലോൺസ്, അദ്ദേഹം കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് വളരെ മാന്യമായി ജീവിച്ച് ഒരു മനുഷ്യനാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്കിങ്ങനെ പെട്ടെന്ന് കണ്ണിങ്ങനെ നിറയും. കാര്യം വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചതാണ്. പക്ഷെ ഒരു പ്രളയം വന്നതോടുകൂടി ലൈഫിങ്ങനെ തിരിച്ചു വെച്ച പോലെ അതൊക്കെയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അസ്ഥി ഭദ്രതകളും എല്ലാം പോയിട്ട് അദ്ദേഹം വലിയ കൂടിയ കടക്കാരനായി മാറിയിട്ട് ബാങ്ക് ജപ്തിയാകാൻ പോകുന്നു.
ജപ്തി നോട്ടീസ് ഇട്ട് ഡേറ്റ് ഇട്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന് പ്രൈവറ്റ് കടക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളയും. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ആരോ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് കൊണ്ടുവന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഒരാഴ്ചക്ക് മുമ്പാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് നിക്കക്കളിയില്ലാതെ വീടുകളിൽ ആളിങ്ങനെ കടക്കാരെപ്പോഴും വന്ന് നാണം കെടുത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത പേപ്പറുമായിട്ട് വന്ന്, അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ജപ്തി പേപ്പർ കൊണ്ടുപോയി അമ്മയെടുത്ത് ഏൽപ്പിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യമാണ് വിശ്വാസിയെ സംബന്ധിച്ച്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് പരിപാടിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ലൈനിലാണത് പോണത്. കാര്യം നമുക്ക് വേറെ ഒരു മെറിറ്റില്ല. വചനം എന്താ പറയണത്? റോമ 9:16 എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതാണ് സംഭവം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് എല്ലാ അമ്മയെ കാര്യം ദൈവത്തിൻ്റെ തിരുസ അമ്മയേക്കാൾ വലിയ മാധ്യസ്ഥയില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയുടെ സമർപ്പിച്ച് കഴിയുമ്പോൾ കാര്യത്തിൽ നമ്മൾക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ, ഇപ്പം നമ്മൾക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈശോയോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. മെറിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കൊലകൊമ്പനായാലും ചിലപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള യോഗ്യത ഇല്ലാതാണ്ട് വരും. അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത ഒരു അവസ്ഥ വന്നാലാണ് മരിയൻ കവനൻറ്റിൻ്റെ പ്രസക്തി വരണത്. നമ്മളൊന്നും കാണുന്നില്ല. ഞാൻ ആ ജപ്തി പേപ്പർ 2 കോടി ജപ്തി പേപ്പർ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു സമർപ്പണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വെളിച്ചം കിട്ടും പെട്ടെന്ന്. എന്താണ്? ഒരു 6 മാസത്തിന് മുമ്പോ മറ്റ് ഒരു ഫ്രണ്ടിനെ അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. ജസ്റ്റ് റീസെൻ്റാണ്, കാഷ്വലായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്, ജസ്റ്റ് റീസെൻ്റ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, നിന്നെ രക്ഷിക്കാനുള്ള നീ ദൈവത്തിൻ്റെ ഒരു വഴികളിലേക്ക് പോകുന്ന വ്യക്തിയാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ, നാളെ കാലം നിനക്കൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തെ മനസ്സിലായാൽ, ദൈവം ആ വിഷയം നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷെ നീ ഡോണ്ട് കെയർ ആയാൽ, ദൈവത്തിനേക്കാൾ വലിയ എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ശക്തിയാണ്, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള എൻ്റെ ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നീ ദൈവത്തിനെ അവോയ്ഡ് ചെയ്താൽ നീ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി വെളിപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? പന്നിയുടെ മുമ്പിൽ കൊണ്ടുപോയി രത്നങ്ങൾ വിതറുന്നതെന്ന് ഈശോ നേരത്തെ പറഞ്ഞത് ദൈവത്തിൻ്റെ നിലപാടാണത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി ശ്രീകണ്ഠ സുവിശേഷം 7:6. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് കൃത്യമല്ലേ? ഇത് ഈ കളി അറിയാതെ കളിച്ചാൽ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പന്നിയാണെന്ന് വിചാരിച്ചോ. ദൈവത്തിന് എന്താ വെച്ചാൽ പന്നിയുടെ സ്വഭാവം എന്താണ്? ചുമ്മാ വെട്ടി വിഴുങ്ങുക, കുറേ പ്രസവിക്കുക, ആ പ്രസവിക്കണ കൊച്ചിനെ തന്നെ തിരിഞ്ഞു തരണം. പന്നിയുടെ സ്വഭാവം അതാണല്ല. നമ്മൾ നോക്കിയിരുന്ന ഒരു 21 കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കും, പക്ഷേ കിട്ടണ 7 എണ്ണമാണ്. ബാക്കിയെല്ലാം അത് രാത്രി അടിച്ചു കളയും, തന്നെത്താൻ അടിച്ചു കളയും. സ്വന്തം കുഞ്ഞിനെയാണ് തിന്നണമെന്ന് പോലും അതിന് ബോധമില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നീയെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ദൈവിക വഴികൾ വെളിപ്പെട്ട് കിട്ടത്തില്ല. കാര്യം എന്താ? ദൈവം അത് വെളിപ്പെടുത്തത്തില്ല. കാര്യം വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ വെളിപ്പെടുത്തി തന്നാൽ പോലും നീ പറയും നിൻ്റെ കേമത്വമാണെന്ന് പറയും.
നിന്നെ പരീക്ഷ ജയിപ്പിച്ചെന്ന് വിചാരിച്ചോ? നീ പഠിച്ചിട്ടില്ല, പരീക്ഷ ജയിപ്പിച്ചു. അപ്പം നീ പറയും ഞാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കാതെ എനിക്കൊന്നും ജസ്റ്റ് അത് നോക്കിയാൽ മതി. നീ കൂട്ടുകാർ അപ്പം ദൈവമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കണത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കണത്. പക്ഷേ നീ പന്നിയായത് കാരണം ദൈവത്തിന് അവോയ്ഡ് കൊണ്ട് പറയും എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്കൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, മാർക്ക് പ്രബടാന്ന് വീണുള്ളൂ എന്ന് പറയും. ദാറ്റ് മീൻസ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പന്നി അടിച്ചു മാറ്റണം. കണ്ടില്ലേ? സ്വന്തമായിട്ട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തിന് നിൽക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സ്വയം പുകഴ്ചയും മഹത്വം അന്വേഷിക്കാതെ ഏകജാതന്റെ മഹത്വം ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അഭിഷേകം ചെയ്യണം. എല്ലാ വ്യാപാരങ്ങളിലും പ്രവർത്തനങ്ങളിലും അങ്ങേക്ക് മഹത്വം കൊടുക്കുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതമാ അതിശയമാ നീ മാത്രമെൻ ദൈവമെന്നും. ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായി ഇവിടെ വരുന്ന ദിവസം ഞാൻ ചേട്ടയും കൂടെ വരുമ്പോൾ എനിക്ക് തീരെ പാടില്ലാത്തതാണ്. കാരണം എൻ്റെ തലമുടി മുതൽ കാലിൻ്റെ പാദം വരെയും രോഗങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇരിക്കാനും നിൽക്കാനും ഒന്നും വയ്യാത്തൊരവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ രണ്ടാളും മോളി പ്രാർത്ഥിക്കാൻ ചെന്നപ്പം ജോസഫ് അച്ഛൻ അവിടെ വചനങ്ങൾ പറയുകയും ശുശ്രൂഷ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞ് എല്ലാവരും സ്തുതിക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഡിസ്കിന് കംപ്ലൈൻ്റ് ഉണ്ട്, പെഡലിയുടെ ബോണിന് ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അധികം നിൽക്കാനും വയ്യല്ല. സ്റ്റൂളിൽ ഇരുന്നാലും കാല് നീട്ടി വെച്ചിരിക്കണം, താഴെ ഇരിക്കാൻ പറ്റില്ല. അറിയാതെ യൂറിൻ പോകുന്ന ഒരു രോഗമുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ ഉറക്കെ കൈയടിച്ച് സ്തുതിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞ്, മാതാവേ ഞാൻ എങ്ങനെയാണ് താഴെ ഇരിക്കുന്നത്, എനിക്ക് എങ്ങനെയാണ് കൈകൊട്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, എനിക്ക് സ്തുതിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ഉറക്കെയൊന്ന് നടക്കാനോ ഉറച്ച് സംസാരിക്കാനോ ഒന്ന് തുമ്മാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ആകുമ്പോഴെല്ലാം യൂറിനറിയാതെ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ശരിക്കും വിഷമിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു, മാതാവ് എൻ്റെ ഈ രോഗം ഒന്ന് മാറ്റിത്താൻ, ഞാൻ താഴെ ഇരുന്ന് നിന്നെ സ്തുതിക്കാമെന്ന്. ഞാൻ താഴെ എൻ്റെ ചേട്ടായി എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ച് താഴെ ഇരുത്തി കാല് നീട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഉടമ്പടി എല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ എന്നോട് എൻ്റെ ചേട്ടായി ചോദിക്കുന്നത്, നീ പഴയതുപോലല്ലല്ലോ, നല്ല ഉഷാറാണല്ലോ എന്ന്. അപ്പോഴാണ് എനിക്ക് വേഗം ഓർമ്മ വരുന്നത്, ശരിയാണല്ലോ, എനിക്കിപ്പോൾ മൂത്രം അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. അപ്പം ഞാൻ ശ്രദ്ധിച്ചു. അതിന് ശേഷം ഈ നിമിഷം വരെയും എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഒരു 8 മണിയായി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിലൂടെ ഞാൻ കോഴിക്കോട് അടച്ചു വെച്ചും തിരിച്ചു വരുമ്പം എന്തോ ഒരു വലിയ തടി കമ്പ് കിടക്കുന്ന പോലെ തോന്നിച്ച്. അപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, എന്തിനാ ഈ കോല് നീ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്, ഇതെടുത്ത് ആരെങ്കിലും തട്ടി വീഴത്തില്ല, ഞാൻ തന്നെ വീഴുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുനിഞ്ഞ് അതെടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പറയാം, തൊട്ട് പോയേക്കരുതെന്ന്. ഞാൻ വേഗം നൂർന്നിട്ട് മോളോട് പറഞ്ഞ് ലൈറ്റ് ഇടാൻ പറഞ്ഞ്. അവൾ ലൈറ്റ് ഇട്ടപ്പോൾ ഉണ്ട് നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വണ്ണമുള്ള ഒരു 8 അടി മൂർക്കൻ നീളത്തിൽ കിടക്കുകയാണ്. ഞാനിതിൻ്റെ തലേ വന്ന് നിന്നുകൊണ്ടാണ് ഇത് കുനിഞ്ഞ് ഇതിൻ്റെ തലയ്ക്ക് പിടിക്കാനൊരുങ്ങുക.
ആ സമയത്താണ് ഞാൻ മോളോട് പറയുന്നത് ലൈറ്റിടാൻ. ഞാൻ നോക്കുമ്പോൾ ഈ പാമ്പ്, ഞാൻ വേഗം എൻ്റെ മാതാവിനെ വിളിച്ചുകൊണ്ട് ഓടി. ചേട്ടായി വേഗം പാമ്പേന്ന് ഞാൻ പറഞ്ഞു. ഓടി ചേട്ടായി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഈ സാധനം പതുക്കെ ഇഴഞ്ഞ് അപ്പുറത്തെ കുടിയിലോട്ട്. പിന്നെ ഈ നിമിഷം വരെ അതിനെ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായ അനുഭവം, ഞാൻ ഉടമ്പടിയിൽ വെച്ചതായിരുന്നു 2 കാര്യങ്ങൾ. ഒന്ന്, എൻ്റെ മോൻ, അവന് പഠനത്തിൽ കുറച്ച് പുറകോട്ടാണ് ആൾ. അപ്പം 10ാം ക്ലാസ് ആയപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എൻ്റെ മോന് നല്ലൊരു വിജയം തരണം, ഞാൻ അമ്മയുടെ സന്നിധിയെ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അമ്മയുടെ കൃപയാൽ SSLCയിൽ നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി. ഇപ്പോൾ അവൻ കപ്പൂച്ചൻ സഭയിൽ ബ്രദറായിട്ടിരിക്കുന്നു. അവൻ അച്ചൻപട്ടം പഠിക്കാനായിട്ട് പോയിരിക്കുന്നു. പിന്നെ എൻ്റെ ചേട്ടായിയുടെ കാര്യമാണ്. പുള്ളിക്കാരന് അലർജിയുടെ അസുഖമുള്ളതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, അലർജി ഇല്ലാത്ത ഒരു എന്ത് പണിയാണ് എൻ്റെ ചേട്ടായിക്ക് കിട്ടുന്നത്, ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച് ഞാൻ എന്നും മാതാവിൻ്റെ അടുക്ക ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും പരാതികൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചേട്ടായിക്ക് വേഗം ഒരു LIC ഏജൻ്റായി ജോലി കിട്ടി. ഇപ്പോൾ അതിലാണ് ജോലി ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അമ്മയൊന്ന് വീണ് തലയിൽ ബ്ലഡ് ക്ലോട്ടായി ആശുപത്രിയിൽ അഡ്മിറ്റായി. എന്നെ വിളിച്ചു പറഞ്ഞ് അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി, ആളിനെ തിരിച്ചറിയത്തില്ല, ആൾക്ക് സോഡിയം കുറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേഗം വരാൻ. ഞാൻ വേഗം അമ്മയുടെ അടുക്കൽ ചെന്ന് ഞാൻ ഇവിടുത്തെ തേനും എണ്ണയും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ടീഷൻ മോശമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ നാത്തൂനോടൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ നിൽക്കുക, ഞാൻ ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ നെയ്യെടുത്ത് അമ്മയുടെ എണ്ണയെടുത്ത് എൻ്റെ അമ്മയുടെ നെറ്റി കുരിശടയാളം ഇട്ട് 3 പ്രാവശ്യം വിശ്വാസപ്രമാണം ചൊല്ലി ആ തേനും ഞാൻ വായിൽ ഒഴിച്ചു കൊടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അരമണിക്കൂറിനുള്ളിൽ എൻ്റെ അമ്മയ്ക്ക് ബോധവും വന്ന് പിറ്റേ ദിവസം എൻ്റെ അമ്മ ഡിസ്ചാർജായി. ഇന്ന് അമ്മ സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീണ്ടുമുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത്, ഞാനത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. എനിക്ക് ജോലിയില്ലായിരുന്നു, ഞാനൊരു നേഴ്സാണ്. പക്ഷേ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിലെ പ്രയാസങ്ങൾ കാരണം ഞാൻ ജോലിക്ക് പോകാനായിട്ട് തയ്യാറായി. ഇസ്രയേലിലേക്ക് പോകാനായിട്ട് എനിക്ക് എല്ലാ പേപ്പേഴ്സും ശരിയായി. എനിക്ക് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. എല്ലാം കഴിഞ്ഞപ്പം അവർ പറഞ്ഞ തുക എമൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നും മാതാവിനോട് പറയും, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം. പക്ഷേ എൻ്റെ വീട്ടിൽ മോം സെമിനാരി പോയതിന് ശേഷം പപ്പായും മോളും മാത്രമേ ഉള്ളൂ. പപ്പായ്ക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും തടസ്സം പറഞ്ഞ് നീ പോയാൽ എങ്ങനെയാണ്? അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പോയില്ലെങ്കിൽ കുടുംബം എങ്ങനെ പോകും? വീട്ടിലെ അവസ്ഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത്, എന്നെ പോകാൻ അനുവദിക്കാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് പൈസ ശരിയായി വരുന്നില്ല. ജനുവരി 2-ാം തീയതി എനിക്ക് ടിക്കറ്റ് ഓക്കെ ആവുമെന്നും പറഞ്ഞിട്ട് അവർ വിളിച്ചു ഓഫീസിൽ നിന്ന്. ഞാനപ്പോൾ അവരോട് പറഞ്ഞ് എനിക്ക് പൈസ റെഡിയായിട്ടില്ല, ഞാൻ ഇതിന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് ഒന്ന് അപേക്ഷിച്ചു, മാതാവേ, നിൻ്റെ ഇഷ്ടമെങ്കിൽ എന്നെ ദൂരേക്ക് വിടുക, ഇല്ല എങ്കിൽ നാട്ടിലെനിക്ക് 10,000 രൂപ ശമ്പളമുള്ള ഒരു ജോലി എന്തെങ്കിലും എനിക്ക് തന്നാൽ മതി, ഞാൻ നാട്ടിൽ തന്നെ നിന്നോളാം. എൻ്റെ ചേട്ടായിയെ മോളെ ഇട്ടിച്ച് എനിക്ക് പോകാൻ മനസ്സില്ല. എൻ്റെ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നത്. മാതാവിന് മനസ്സുണ്ടെങ്കിൽ എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞ് ജനുവരി 2-ാം തീയതി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ജനുവരി 7-ാം തീയതി എനിക്ക് വേറൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് പോയി പാസ്സായി. ഇന്ന് നാട്ടിൽ തന്നെ ഞാൻ ചോദിച്ച പോലെ തന്നെ 10,000 രൂപ സാലറിയോടുകൂടി ഞാൻ ജോലി ചെയ്യുന്നു. എനിക്ക് എൻ്റെ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത്.
അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൊല്ലം പാരിപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 18/2/2023 ഞാൻ ഇവിടെ വരാൻ തന്നെ കാരണം എൻ്റെ മൊബൈലിൽ ഒരു യൂട്യൂബ് ലിങ്ക് വരികയും ആരോ ഷെയർ ചെയ്ത ഒരു ലിങ്ക് വരികയും അത് കണ്ട് നോക്കിയപ്പോഴത്തേക്ക് ഉപാസനത്തിൻ്റെ വിവരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് വെച്ചുകൊണ്ട് ഡെയിലി ഞാൻ ശ്രീ ജോസഫച്ചായൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അങ്ങനെ വിശ്വാസം കൂടി വരികയും ഞാനിവിടെ വന്ന് 18/2/23 വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ പ്രത്യേകമായി 6 നിയോഗങ്ങളാണ് സമർപ്പിച്ചിരുന്നത്. അതിൽ എനിക്കിപ്പം രണ്ടാമത്തെ നിയോഗവും 6ാമത്തെ നിയോഗവുമാണ് എനിക്കിപ്പം അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത്, ഞാൻ 4 വർഷം കൊണ്ട് എൻ്റെ നടുവേദന അനുഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് കുനിഞ്ഞാൽ നുമരാൻ വയ്യ, കുനിയാൻ വയ്യ. ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട്. ഒരു വെയിറ്റ് എടുക്കാൻ വയ്യ. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ തൈലം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച് നടുവിൽ പുരട്ടുമായിരുന്നു. എനിക്കത് പൂർണ്ണമായിട്ടും സൗഖ്യമായി. അത് കഴിഞ്ഞിട്ട് 6ാമത്തെ നിയോഗം എന്ന് പറയുന്നത്, എൻ്റെ തൊഴിലെന്ന് പറയുന്നത് അഗ്രികൾച്ചർ നഴ്സറിയാണ്. അത് 2 സ്ഥലത്തായിട്ടാണ് നടത്തുന്നത്. അതിൽ 2 സ്ഥലത്തും ഉണക്കാവുമ്പോൾ വെള്ളം പറ്റുന്ന ഒരു സമയമുണ്ട്. ഒരു സ്ഥലത്താണെങ്കിൽ നാട്ടുകാർ കുളം കുഴിക്കാൻ സമ്മതിക്കത്തില്ല, അവിടെ പ്രശ്നം. വീട്ടിലാണെങ്കിൽ പരമാവധി കിണർ കുഴിച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് വെള്ളം തികയുന്നില്ല. അപ്പോൾ എല്ലാ വർഷവും ഈ ഉണക്കാവുന്ന സമയത്ത് നമുക്ക് കുറേയേറെ നഷ്ടം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് 6ാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത്, ഇങ്ങനെയുള്ള നഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് സഫിഷ്യൻ്റായിട്ട് വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയോഗം വച്ചിരുന്നു. ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയ വെഞ്ചരിച്ച ഉപ്പും ഇവിടുത്തെ നീരുറവയിലെ പുണ്യതീർത്ഥവും കൊണ്ടുപോയി ഈ കുളത്തിലും ഈ കിണറ്റിലും ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഒഴിക്കുകയും ഉപ്പിടുകയും വെള്ളം ഇവിടുത്തെ തീർത്ഥം വിശ്വാസപ്രമാണം ചെയ്ത് ഒഴിക്കുകയും ചെയ്തു. ഇന്നേ വരെ എനിക്ക് വെള്ളത്തിനൊരു കുറവ് വന്നു എങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം, സാധാരണ ലഭിക്കുന്ന വെള്ളം കിട്ടിയില്ലെങ്കിലും ഒരു തൈ പോലും കരിയാതെ നമുക്ക് ഒഴിക്കുന്നതിനുള്ള വെള്ളം നമുക്ക് സഫിഷ്യൻ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വെള്ളം അധികമായിട്ടുണ്ടോവും താനും. അപ്പോഴേ ഈ 2 നിയോഗങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതുകൂടാതെ ഒരുപാട് നല്ല ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരുപാട് ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ടായി. അതെല്ലാം നല്ല അനുഭവങ്ങളായിരുന്നു. മാത്രമല്ല, ഒരു 10 ദിവസം മുമ്പ് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവി നമുക്കൊരു വണ്ടി എടുക്കുന്നതിനുള്ള ഒരു അനുവാദം തരണമേ എന്ന് പറഞ്ഞു. അമ്മ മാതാവ് നമുക്കൊരു നല്ലൊരു വണ്ടി എടുക്കാനുള്ള അനുവാദം തന്നു. അതിന് കുറവുള്ള പൈസയും അമ്മ മാതാവ് 2 ദിവസം കൊണ്ട് തന്നെ സംഘടിപ്പിച്ചു തന്നു. അങ്ങനെ നല്ലൊരു വാഹനം എടുക്കാൻ ഉടമ്പടി പറയാതെ തന്നെ എനിക്കൊരു വാഹനം എടുക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നു. ആ വാഹനം ഞാൻ ഇന്നലെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അത് ഇന്ന് ദേവാലയത്തിൽ കൊണ്ട് ആദ്യമായിട്ട് ദേവാലയത്തിൽ ഞാനും എൻ്റെ കുടുംബവും വന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വാഹനം കൊണ്ടാണ് ഇന്നിവിടെ വന്നത്. ഇത്രയുമാണ് എനിക്കിവിടെ പറയാനുള്ളത്. സാക്ഷ്യമായി പറയാൻ ഇത്രയും ആൾക്കാരെ ഇവിടെ വന്നതെന്ന് ഇത്രയും ഉടമ്പടി പറയാൻ സാധിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനോട് 1000 നന്ദി പറയുന്നു. ഇനിയും ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയാൻ ഇടവരുത്തണമേ എന്ന് അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് ഷൈനി. ഞാൻ വരുന്നത് അറുന്നൂറ്റിമംഗലം സെൻറ്റ് തോമസ് ഇടവകയിൽ നിന്നാണ്, കോട്ടയം ജില്ലയിലെ. ഞാൻ ഉടമ്പടി എടുത്തത് ഫെബ്രുവരി 26, 2022 ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞാനൊരു നേഴ്സാണ്. വർഷങ്ങളായി ഡൽഹിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോൾ വിദേശത്ത് പോകണമെന്ന ആഗ്രഹത്തോടെ ഹാദ് എക്സാം പാസ്സായി അബുദാബിയിലേക്കുള്ള ഒരു നല്ല ഹോസ്പിറ്റലിൽ നിന്നും
എനിക്ക് ഇൻ്റർവ്യൂ വന്നു, സെലക്ഷനായി, നല്ല സാലറിയിൽ ജോലി കിട്ടി. 2022